ഇന്ന് നമ്മൾ ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്ന ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരു അടയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫുഡാണ്. നമുക്ക് അതിന് തന്നെ കുറച്ച് ഒരു 20ഓളം ചോള ചക്കപ്പഴം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളിത് വേവിക്കാണ്ട് തന്നെയാണ് നമ്മൾ അടയിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇതേപോലെ ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ശർക്കരയാണ്. നമ്മൾ പൊടിക്കേണ്ട, ചീകിയാണ് എടുക്കേണ്ടത്. കാരണം നമ്മളത് മാവിലിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീകി എടുക്കേണ്ടത്. ഇത് നമ്മൾ ചീകി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം നമുക്ക് ശർക്കര മതിയാവും. പിന്നെ ഒരു അരമുറി തേങ്ങയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മാവാണ്. ഞാൻ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. മൈദയാണേലും പ്രശ്നമൊന്നുമില്ല. കാരണം ഗോതമ്പ് പൊടി ഉള്ളതുകൊണ്ട് ഗോതമ്പ് പൊടി നമുക്ക് ഏതായാലും കുഴപ്പമില്ല. നമ്മളത് ഉപ്പുനീരാണ് ചേർക്കുന്നത്, ഉപ്പ് പൊടിയല്ല. ആവശ്യത്തിന് ഉപ്പുനീര് നമ്മൾ ചേർക്കുക. അതിനുശേഷം ആദ്യം നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് തന്നെ ചക്കപ്പഴം നന്നായിട്ടൊന്ന് ഞരടിയിട്ട് മാവിലേക്കൊന്ന് പിടിപ്പിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കുഴച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ദോശക്കല്ല് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നോർമലി തവയാണ്. അപ്പോൾ നല്ല കല്ലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് വരും. അതിനുശേഷം നമ്മൾ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ആവശ്യത്തിന് ഓയിൽ നമ്മൾ തേച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കല്ലിൽ പരത്തിയെടുക്കണം. കൈ കൊണ്ടാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ കൈ എപ്പോഴും ഒന്ന് നനച്ച് കൊടുക്കണം. കാരണം ഇതേപോലെ നല്ല രീതിയിൽ തന്നെ അത് പരത്തിയെടുക്കണം. കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിക്കോ, അതാണ് അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് അടിഭാഗമൊക്കെ അത്യാവശ്യം വെന്ത് വന്ന സമയത്ത് നമുക്കൊന്ന് മറച്ച് കൊടുക്കാം. ഇപ്പം അടിഭാഗം കൂടെ നല്ല മൊരിഞ്ഞിരിക്കണം. അപ്പോൾ ശർക്കരയുടെയും ചക്കപ്പഴത്തിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ചക്കപ്പഴം നമുക്ക് ഒത്തിരി വേവാത്തതുകൊണ്ട് ഇങ്ങനെ തിന്നുമ്പോൾ കടിക്കാനും കിട്ടും. ഇപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്നൊരു 4 മണി പലഹാരമായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.